അപ്പൊ ചെക്കന്മാർ അന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുജൈറത്തെ 5ാമത്തെ സ്ഥലത്തേക്ക് പോകാനുള്ള പരിപാടിയാണ്. നമ്മുടെ ഗർഫ്ഖാനിലെ അൽ ഷുഹൈബ റെസ്റ്റോറന്റ് ഏരിയയിലാണ് ചെങ്ങന്മാർ. അവിടുത്തെ വ്യൂസ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ വേറെ ലെവല് സംഭവമാട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിൽ ബീച്ച്, അതേപോലെ മല, അതേപോലെ സൺസെറ്റ് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവലാണ്. അവിടെ പാർക്കിംഗ് ഫീസ് വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂറിന് തിങ്കൾ മുതൽ വ്യായം വരെ ആണെങ്കിൽ 10 ദിറംസും, അതേപോലെ വെള്ളി ശനി ഞായറാണെങ്കിൽ 20 ദിറംസാണ് 1 മണിക്കൂറാണ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഡബിൾ പൈസ അവിടെ ചെങ്ങന്മാരെ ഇങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി കാണാൻ പറ്റിയ ഏരിയ ആണ്. അതേപോലെ നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടറിലാണ് നമ്മൾ പൈസയും കാര്യങ്ങളൊക്കെ ഇടയിൽ. അതേപോലെ അടിയിൽ ആളുണ്ടാവും. ഇതിക്ക് വരുന്ന ടൈം വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ രാവിലെ വരിക, അല്ലെങ്കിൽ 4 മണി ടൈമിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൺസെറ്റും കാര്യങ്ങളും അടിപൊളി കാറ്റും, അതേപോലെ ബീച്ചിലൂടെ കാണുന്ന കാഴ്ചകൾ വേറെ ലെവൽ സംഭവമായിട്ട് ചെങ്ങന്മാർ ഒരൊട്ടും വരേണ്ട സംഭവമാണ്. ഇതേപോലെ വേറെ സ്ഥലമുണ്ട് ഫുജൈറയിൽ. നമ്മൾ ലാസ്റ്റ് ടൈമിലാണ് 4 മണിക്ക് കൂടെ എത്തിയപ്പോൾ നല്ല സൺസെറ്റിൽ കിട്ടിയിരുന്നു, നല്ല കാഴ്ചകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ വരുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പാർക്കിംഗ് അത്യാവശ്യം ഉണ്ടെങ്കിൽ പോലും നമ്മൾ 4 മണി ടൈമിലൊക്കെ പാർക്കിംഗ് ഇടയ്ക്ക് ഫുൾ ആവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു. നേരത്തെ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂസ് കാണാൻ പറ്റും. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ വിട്ടിട്ട് കൽബേക്ക്. പക്ഷെ രാത്രി ആണെങ്കിൽ പോലും നല്ല വ്യൂസ് കിട്ടി. പക്ഷെ നമുക്ക് നല്ലൊരു ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റില്ല. അതും 4 മണിക്ക് എത്തുകയാണെങ്കിൽ നല്ല പക്കായിട്ടുള്ള ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റും. എന്താ വെച്ചാൽ സൺസെറ്റിലെ ലെവല് ഒരു മലന്റെ രൂപത്തിലാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. വേറെ ലെവൽ സംഭവമാണ്. അവിടെ പാർക്കിങ്ങിന് 10 ദിറംസ് തന്നെയാണ്. പക്ഷെ എന്നാൽ പിന്നെ അവരെ സ്കാനിൽ കയറിയിട്ടാണ് നമ്മൾ പാർക്കിംഗ് ഫീസ് ഇടേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ ട്രെയിൻ ഉണ്ടായിരുന്നില്ല, അത് 5 ദിറംസ്. നമ്മൾ പാർക്കിംഗ് ഫീസ് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലപ്പോൾ ആപ്പിൽ നമ്മളെ വണ്ടി കയറിയിട്ടുണ്ടാവില്ല. അപ്പോൾ അത് 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കണം. 3 ദിവസം വരെ വെയിറ്റ് ചെയ്യും. പിന്നെ അല്ലെങ്കിൽ ഫൈന് 160 ദിറംസ്. ഒരു ദിവസം കൊണ്ട് ഫുജൈറയിൽ ഞങ്ങൾ 6 സ്ഥലത്താണ് പോയിട്ടുള്ളത്. ഏകദേശം നമുക്ക് ഫില്ലാക്കാൻ പറ്റി. ഇനി വേറെ ഏതെങ്കിലും സ്ഥലം ഉണ്ടോന്ന് അറിയില്ല. എന്തായാലും ഫുജൈറൊക്കെ പോവുകയാണെങ്കിൽ ഈ സ്ഥലങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളി. ബാക്കിയുള്ള വീഡിയോസിന്റെ അക്കൗണ്ടിൽ ഉണ്ടാവും. അവിടുന്ന് നേരെ നമ്മൾ റാസൽ കൈമ പോയിട്ട് നല്ലൊരു ഫുഡൊക്കെ കണ്ട് കഴിച്ചതിന് ശേഷം നേരെ ഫുജൈറിന്റെ വീട്ടിൽ കണ്ട് വിട്ടിട്ട്. അപ്പത്തുള്ള വീഡിയോ അടുത്ത വീഡിയോ കാത്തുക. ഓക്കെ, ബൈ.